ഓക്കെ, ഈ റിംഗ് എന്താണ്? ബെൻസീൻ റിംഗ് ആണ്. അതുകൂടാതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരു പിരിഡിൻ റിംഗും കൂടെ വരുന്നുണ്ട് അല്ലേ. ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് CH3CO ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ഡൈഹൈഡ്രോ ഐസോക്വിനോളിന് പലേഡിയം കോപ്പറിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ സംഭവിച്ചിട്ട് മൈൽഡ് ആരോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഈ ഒരു ഐസോക്വിനോളിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിന് വരുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടിനെ കുറിച്ചാണ്. അതിൽ ഐസോക്വിനോളിൻ എന്ന് പറയുന്ന ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മെയിൻലി വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ്. B.Pharm-ലെ ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് ഐസോക്വിനോളിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഐസോക്വിനോളിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടും അതേപോലെ തന്നെ അതിൻ്റെ രണ്ട് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് സിന്തസിസ് ഓഫ് ഐസോക്വിനോളിൻ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഐസോക്വിനോളിൻ എന്ന് പറയുന്ന ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് നോക്കിയാലോ. അതിൽ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരിക കോമ്പൗണ്ടിൻ്റെ. ഈ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിൽ രണ്ട് റിങ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ റിങ് എന്ന് പറയുന്നത് ബെൻസീൻ റിങ്. ഓക്കെ, ഈ റിങ് എന്താണ്? ബെൻസീൻ റിങ് ആണ്. അതുകൂടാതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരു പിരിഡിൻ റിങ്ങും കൂടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ റിങ്ങിന്റെ പ്രത്യേകത, ഈ ഒരു കോമ്പൗണ്ടിന്റെ പ്രത്യേകത, ഈ കോമ്പൗണ്ട് മെയിൻലി ഫ്യൂസ്ഡ് സിസ്റ്റം ആണ്. എന്ന് വെച്ചാൽ ഒരു ബെൻസീൻ റിങ്ങും അതേപോലെ തന്നെ ഒരു പിരിഡിൻ റിങ്ങും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഐസോക്വിനോളിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഫ്യൂസിങ് നടക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പിരിഡിൻ റിങ്ങിലെ നൈട്രജൻ. ഓക്കെ, ഇതിന്റെ ആൽഫ പൊസിഷൻ എന്ന് പറയും, ബീറ്റ പൊസിഷൻ, ഗാമ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ബെൻസീൻ റിങ്ങും അതേപോലെ തന്നെ പിരിഡിനിലെ ബീറ്റ ആൻഡ് ഗാമ പൊസിഷനും തമ്മിൽ ഫ്യൂസ് ചെയ്യാണ്. അങ്ങനെയാണ് നമുക്ക് ഐസോക്വിനോളിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ നമ്പറിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ കോമ്പൗണ്ട് നമ്മൾ പരിചയപ്പെട്ടു, ഇതിന്റെ നമ്പറിംഗ് നോക്കാം. നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിരിഡിനിലെ റിങ്ങുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുക 1. അപ്പോൾ സെക്കൻഡ് പൊസിഷൻ ആണ് നമുക്ക് എന്ത് കിട്ടുക? നൈട്രജന് കിട്ടുക. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 7 8. ഓക്കെ, ബെൻസീനിൽ 5 6 7 8 ആണ് നമ്പറിംഗ് വരുന്നത്. ആ പിരിഡിനിലാണെങ്കിൽ 1 2 3 4 ആണ് വരിക. സെക്കൻഡ് പൊസിഷനിലാണ് നൈട്രജൻ വരുന്നത്. അതാണ് നമ്മുടെ ഐസോക്വിനോളിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഈ ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോൾ C9H7N എന്നാണ് ഇതിന്റെ ഒരു മോളിക്കുലർ ഫോർമുല വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ വീക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. വീക്ക് ബേസിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് ഐസോക്വിനോളിൻ വരുന്നത്. പിന്നെ പ്രോപ്പർട്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ കളർലെസ് ടു പെയിൽ യെല്ലോ ലിക്വിഡ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ് ആയിട്ടും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഓർഡറിലേക്ക് പോവുകയാണെങ്കിൽ മൈൽഡ് ആരോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഈ ഒരു ഐസോക്വിനോളിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജനറൽ ആയിട്ട് നമുക്ക് ഐസോക്വിനോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, നമുക്ക് സിന്തസിസ് ഓഫ് ഐസോക്വിനോളിൽ വരുന്ന ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ബിഷ്ലർ നാപ്പറാൾസ്കി ഐസോക്വിനോളിൻ സിന്തസിസ്. ഓക്കെ, നോക്കിയാലോ. ബിഷ്ലർ നാപ്പറാൾസ്കി ഐസോക്വിനോളിൻ സിന്തസിസ് എന്നാണ് ഈ റിയാക്ഷന്റെ നെയിം വരിക. ഈ റിയാക്ഷൻ ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ വളരെ ഈസിയാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത് 2-അരൈൽ എത്തനാമിൻ ആണ്. ഓക്കെ, അപ്പോൾ 2-അരൈൽ എത്തനാമിൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത് 2-അരൈൽ എത്തനാമിൻ റിയാക്ട് വിത്ത് അസൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആസിഡ് അല്ലെങ്കിൽ ആൻഹൈഡ്രേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് അസൈൽ ക്ലോറൈഡ് ആണ്. അപ്പോൾ അത് വെച്ച് നോക്കാം. 2-അരൈൽ എത്തനാമിനും അസൈൽ ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഒരു അമൈഡ് ഫോം ചെയ്യും. ഓക്കെ, അതിനുശേഷം ഈ അമൈഡ് എന്ത് ചെയ്യും? സൈക്ലൈസേഷൻ നടക്കും. ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ അതിൽ നിന്നും ലോസ് ചെയ്തിട്ട് സൈക്ലൈസേഷൻ നടന്നിട്ട് ഡൈഹൈഡ്രോ ഐസോക്വിനോളിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യും. ആ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് ഫോസ്ഫറസ് പെന്റോക്സൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡൈഹൈഡ്രോ ഐസോക്വിനോളിൻ ഫോം ചെയ്തു. ഇനി ഡീഹൈഡ്രോജനേഷൻ നടക്കുന്ന ഡൈഹൈഡ്രോ ഐസോക്വിനോളിൽ നിന്നും ഡീഹൈഡ്രോജനേഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമുക്ക് പറയാം നടക്കുമ്പോൾ അവിടുന്ന് ഹൈഡ്രജൻ എന്താവും? റിമൂവ് ചെയ്തിട്ട് അവിടെ ഐസോക്വിനോളിൻ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിയാക്ഷൻ പരിചയപ്പെടാം. ഇതാണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ വരുന്ന റിയാക്ഷന്റെ. ഇനി റിയാക്ഷനിലേക്ക് പോവാം അല്ലെ. ഓരോന്നായിട്ട് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് 2-അരൈൽ എത്തനാമീൻ ആണ് അല്ലെ. ഇതാണ് 2-അരൈൽ എത്തനാമീൻ. 2-അരൈൽ എത്തനാമീൻ അങ്ങനെ വിളിക്കാൻ കാരണം
CH3CH2 NH2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്തനാമീൻ. CH3CH2 NH2 എന്താണ്? എത്തനാമീൻ ആണ്. ആ എത്തനാമീനിലെ CH3യിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരിക, അരൈൽ ഗ്രൂപ്പ് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് 2 അരൈൽ എത്തനാമീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, CH2 NH2 അതിലൊരു ബെൻസീൻ റിംഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 അരൈൽ എത്തനാമീൻ എന്ന് പറയും. ഇനി ഈ 2 അരൈൽ എത്തനാമീൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത് എന്തുമായിട്ടാണ്? അസൈൽ ക്ലോറൈഡ് അല്ലെ. അസൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ CH3COCയിലാണ് അസൈൽ ക്ലോറൈഡ് വരിക. അപ്പൊ ഇതാണ് അസൈൽ ക്ലോറൈഡ്. ഓക്കെ, ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇവിടുത്തെ ഈ ഒരു എന്താ പറയാ 2 അരൈൽ എത്തനാമീനിലെ NH2ലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് CH3CO വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതാണ്. നമ്മൾ അമൈഡ് കിട്ടിയ പ്രൊഡക്റ്റ് ആണ് അമൈഡ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് മനസ്സിലായല്ലോ? 2 അരൈൽ എത്തനാമീനും അസൈൽ ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് നമുക്കൊരു അമൈഡ് ഫോം ചെയ്യും. ഈ എങ്ങനെയാണ് ഇത് അമൈഡ് വന്നത് നോക്കിയേ. CH3CO ആണ് ഇവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നോക്കിയേ, COCH3 കണ്ടോ, COCH3 ഗ്രൂപ്പ് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം CONH, ഇതെന്താണ്? അമൈഡ് ലിങ്ക്, അമൈഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ് അല്ലെ. അപ്പൊ അത് നമുക്ക് അമൈഡ് എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് കേസിൽ 2 അരൈൽ എത്തനാമീന് അസൈൽ ക്ലോറൈഡ് വെച്ച് റിയാക്ട് ചെയ്തിട്ട് ആ COCH3 ഗ്രൂപ്പ് ഈ നൈട്രജനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ അവിടെ എന്ത് സംഭവിച്ചു? അമൈഡ് ഫോം ചെയ്തു. ഓക്കെ, ഇനി അടുത്ത റിയാക്ഷൻ എന്താണ് പറയുന്നത് നോക്കിയാലോ. ഓക്കെ, amide can be cyclized with loss of water upon treatment with phosphorus pentoxide to form dihydroisoquinoline. അതായത് ഒന്നുമില്ല, അമൈഡ് എന്ത് ചെയ്യുക? ഫോസ്ഫറസ് പെൻഡോക്സൈഡ് P2O5ന്റെ കൂടെ റിയാക്ട് ചെയ്യുക. ഹീറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? റിയാക്ഷൻ നടത്തിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? അമൈഡ് P2O5 ഫോസ്ഫറസ് പെൻഡോക്സൈഡിന്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുക വെച്ചാൽ സൈക്ലൈസേഷൻ നടക്കും. ഈ അമൈഡ് എന്ത് ചെയ്യും? സൈക്ലൈസേഷൻ നടക്കും, റിംഗ് ഫോം ചെയ്യും. ആ റിംഗ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ ഒരു വാട്ടർ മോളിക്യൂൾ റിമൂവ് ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഡൈഹൈഡ്രോ ഐസോക്വിനോളിൻ. എന്താണ്? ഡൈഹൈഡ്രോ ഐസോക്വിനോളിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് കിട്ടി? നമുക്ക് ഡൈഹൈഡ്രോ ഐസോക്വിനോളിൻ ഫോം ചെയ്തു. അപ്പൊ നമുക്കറിയാം ഇവിടെ 3rd and 4th പൊസിഷനിലെ ഹൈഡ്രജൻസിനെ റിമൂവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഐസോക്വിനോളിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കോമ്പൗണ്ട് കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടക്കാം. ഓക്കെ, പലേഡിയം കാർബണിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഡീഹൈഡ്രോജനേഷൻ, അവിടെ ഉണ്ടാവുന്ന ഹൈഡ്രജൻസ് എന്ത് ചെയ്യും? റിമൂവ് ആയിട്ട് ഈ പൊസിഷനിൽ 3rd and 4th പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐസോക്വിനോളിൻ ഡെറിവേറ്റീവ് കിട്ടും. ഇതാണ് ബിഷ്ലർ-നാപ്പറാൾസ്കി ഐസോക്വിനോളിൻ സിന്തസിസ് എന്ന് പറയുന്ന റിയാക്ഷൻ. സിമ്പിൾ റിയാക്ഷൻ ആണ്. ഇപ്പൊ നോക്കിയേ, ഇവിടെ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്? ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടെ ഔട്ട്ലൈൻ ആയിട്ടൊന്ന് പറയാം. ആദ്യം 2 അരൈൽ എത്തനാമീൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത് അസൈൽ ക്ലോറൈഡിന്റെ കൂടെ. എന്നിട്ട് എന്ത് സംഭവിക്കും? അവിടെ ഒരു അമൈഡ് ഫോം ചെയ്യും അല്ലെ. അമൈഡ് എന്നിട്ട് എന്ത് സംഭവിക്കും? P2O5 ഫോസ്ഫറസ് പെൻഡോക്സൈഡിന്റെ കൂടെ റിയാക്ഷൻ സംഭവിച്ചിട്ട് റിംഗ് ക്ലോഷർ റിയാക്ഷൻ നടക്കും, അല്ലെ സൈക്ലൈസേഷൻ റിയാക്ഷൻ നടക്കും. അങ്ങനെ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഡൈഹൈഡ്രോ ഐസോക്വിനോളിൻ അല്ലെ. അപ്പൊ ഡൈഹൈഡ്രോ ഐസോക്വിനോളിൻ ഫോം ചെയ്യുമ്പോൾ ഒരു വാട്ടർ മോളിക്യൂൾ റിമൂവ് ആയിട്ടുണ്ട്, അതുകൂടെ പറയാം. അതിനുശേഷം ഡൈഹൈഡ്രോ ഐസോക്വിനോളിന് പലേഡിയം കോപ്പറിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ സംഭവിച്ചിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? നമ്മുടെ ഐസോക്വിനോളിൻ എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ഫോം ചെയ്യും. ഇതാണ് ബിഷ്ലർ-നാപ്പറാൾസ്കി ഐസോക്വിനോളിൻ സിന്തസിസ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇനി അടുത്തൊരു റിയാക്ഷൻ കൂടെ നോക്കാം. അടുത്ത മെത്തേഡ് ഓഫ് സിന്തസിസ് എന്ന് പറയുമ്പോൾ ദി പിക്റ്ററ്റ് ഗാംസ് സിന്തസിസ് ആണ്. ദി പിക്റ്ററ്റ് ഗാംസ് സിന്തസിസ്. അപ്പൊ ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത, ഇത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ബിഷ്ലർ-നാപ്പറാൾസ്കി മെത്തേഡിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ, ആ ഒരു റിയാക്ഷൻ ഒന്ന് ചെറുതാക്കി കൊണ്ടുവന്ന ഒരു മെത്തേഡാണ് പിക്റ്ററ്റ് ഗാംസ് സിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഡയറക്റ്റ് ഫുള്ളി ആരോമാറ്റിക് ഐസോക്വിനോളിൻ സിന്തസിസ് ഫ്രം 2 ഹൈഡ്രോക്സി സബ്സ്റ്റിറ്റ്യൂട്ടഡ് റിയാജന്റ്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട റിയാജന്റ് എന്ന് പറയുന്നത് 2 ഹൈഡ്രോക്സി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന അരൈൽ എത്തനാമിൻ അല്ലെ, ഫീനൈൽ എത്തനാമിൻ എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ടിന്റെ സെക്കൻഡ് പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ 2 ഹൈഡ്രോക്സി 2 ഫീനൈൽ എത്തനാമിൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്താണ്? 2 ഹൈഡ്രോക്സി 2 ഫീനൈൽ എത്തനാമിൻ. അത് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു അസൈൽ ക്ലോറൈഡ് C6H5COCl എന്ന് പറയുന്ന ഒരു അസൈൽ ക്ലോറൈഡുമായിട്ട് എന്താണ് റിയാക്ട് ചെയ്യാണ്. അപ്പൊ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിച്ചു? അമൈഡ് ഫോം ചെയ്തു. കണ്ടോ, CONH അമൈഡ് ഇവിടെ ഫോം ചെയ്തു. ഓക്കെ, നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന തൊട്ട് മുന്നേ പഠിച്ച ബിഷ്ലർ-നാപ്പറാൾസ്കി മെത്തേഡിൽ ഉണ്ടായ സെയിം റിയാക്ഷൻ.
ഓക്കെ, അവിടെ ഒരു കാര്യം മാത്രമേ എക്സ്ട്രാ ഉള്ളൂ, ഒരു OH ഗ്രൂപ്പ് എക്സ്ട്രാ വന്നു സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ. അപ്പോൾ നമുക്ക് ഇവിടെ അമൈഡ് ഫോം ചെയ്തു. ഓക്കെ, അമൈഡ് ഫോം ചെയ്തു. ഇനി സംഭവിക്കാൻ പോകുന്നത് POCl3ന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് റിംഗ് ക്ലോഷർ നടന്നിട്ട് അവിടെ സ്റ്റെപ്സ് റെഡ്യൂസ് ചെയ്യപ്പെട്ടു. അങ്ങനെ എന്ത് സംഭവിച്ചു, 3 സ്റ്റെപ്പ് ഉള്ളത് 2 സ്റ്റെപ്പിലേക്ക് ചുരുങ്ങി. അപ്പൊ POCl3ന്റെ കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1-ഫീനൈൽ ഐസോക്വിനോളിൻ എന്ന് പറയുന്ന ഐസോക്വിനോളിൻ ഡെറിവേറ്റീവ് ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ 2 സ്റ്റെപ്പിൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി. ആ റിയാക്ഷൻ നമ്മൾ പിക്റ്റഡ് ഗ്യാം സിന്തസിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, 2-ഹൈഡ്രോക്സി 2-ഫീനൈൽ എത്തനാമിൻ റിയാക്ട് വിത്ത് C6H5COCl. ഓക്കെ, അത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു അമൈഡ് ഫോം ചെയ്യും. അമൈഡ് എന്ത് ചെയ്യുന്നു, POCl3 ഫോസ്ഫറസ് ഓക്സി ക്ലോറൈഡിന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്താണ് കിട്ടുന്നത്, 1-ഫീനൈൽ ഐസോക്വിനോളിൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഐസോക്വിനോളിൻ ഡെറിവേറ്റീവ് ഫോം ചെയ്യാണ്. അപ്പൊ ഇത്രയാണ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഫോർ സിന്തസിസ് ഓഫ് ഐസോക്വിനോളിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, മെയിൻലി 2 മെത്തേഡ് അല്ലേ, ഒന്ന് ബിഷ്ലർ നാപ്രാൾസ്കി മെത്തേഡും മറ്റൊന്ന് പിക്റ്റഡ് ഗ്യാം സിന്തസിസും ആണ് പഠിച്ചത്. രണ്ടും പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സിന്തസിസ് ഓഫ് ഐസോക്വിനോളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക്